അപ്പൊ നമ്മൾ സ്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ വൈപ്പിൻ ബീച്ചിലേക്ക് പോവുകയാണ്. എന്തിന്? സ്കിം ചെയ്യാൻ. ലെറ്റ്സ് ഗോ. സ്പോട്ടിലെത്തി ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ ബീച്ചിലേക്ക് ചാടി. എന്താണ് സ്കിമ്മിംഗ് എന്നും എങ്ങനെയാണ് സ്കിമ്മിംഗ് ചെയ്യുന്നത് ഇപ്പം കാണിച്ചത്. ഈ കിടക്കുന്നതാണ് സ്കിം ബോർഡ്. സ്കിംബി.com എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും പർച്ചേസും ചെയ്യാവുന്നതാണ്. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ പക്ഷേ സൺഡേ മാത്രമേ പോകാറുള്ളൂ. വരുന്നവർ വാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ സർഫ് ബോർഡ് വലിയിരിക്കുന്നത് ഇത് സർഫിംഗ് അല്ല. ഇതെന്താ സംഭവം ഇപ്പം കാണിച്ചതാണ്. സർഫിംഗ് വേവ്സിനൊപ്പം ചെയ്യുന്നതാണെങ്കിൽ സ്കിമ്മിംഗ് എന്ന് പറയുന്നത് അധികം ആഴമില്ലാത്ത ഫ്ലാറ്റ് ലാൻഡിലൂടെ ചെയ്യാൻ പറ്റിയൊരു വാട്ടർ സ്പോർട്ട്. ഇത് ചെയ്യാനും പഠിക്കാനും താല്പര്യമുള്ളത് ഇപ്പോൾ തന്നെ Skimby.com എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ചാനലിൽ മെസ്സേജ് അയച്ചു. ഒറ്റ ദിവസം ചെയ്തുള്ള പരിചയം വെച്ചാണ് ഞാൻ ഈ വാമപ്പും ചെയ്ത് ബോർഡും പൊക്കി ബീച്ചിലേക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റ ദിവസത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് കണ്ടേ ആകട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ സംഭവം കലക്കും. ഇത് ഈ കാണുന്നത് UK എന്ന് വന്ന് സ്കിം ചെയ്യുന്ന ഒരു സായിപ്പാണ്. പിന്നെ ഇപ്പറ കാണുന്നത് എൻ്റെ കൂടെ വന്ന ഗോകുലും. എനിക്ക് കുറച്ച് ഞാൻ കരയ്ക്കുന്നത് ബാക്കിയുള്ള സ്കിമ്മി എന്ന് കാണാൻ വിചാരിച്ചു. ഈ മച്ചാൻ പോകുന്നതാണ് ഈ സാധനം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലേ എനിക്കും. ഒന്നി പഠിച്ച രണ്ടിലാണല്ലോ. പക്ഷേ രണ്ടിലും പഠിച്ചു. കടലിൽ വെച്ചു. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു. പിന്നെ സ്കിം ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം, നേരെ നോക്കി സ്കിം ചെയ്യണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ലെങ്കിലും നൈസായിട്ട് ഒരു സൈഡിലേക്ക് ട്രീറ്റ് ചെയ്ത് ഞാൻ ചെയ്തു അവസാനം. ഈ ബീച്ചിലെ തീരെ ശരിയില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ, അറിയാലോ. അങ്ങനെ ആ പോക്കോടുകൂടി ഞാൻ ബോർഡ് വെച്ച് കീഴടങ്ങി. ഇനി അടുത്ത ആഴ്ച. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടോ ഒരു ലൈക്ക് കൂടി ഇട്ടു.